ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയും ശാരിയും കൂടി ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രൂപ ചോദിക്കണം എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരയ് പറയുകയാണ്, വേണ്ട വിധത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അയാൾ ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതിനു വേണ്ടി തന്നെ ഞാൻ വേണ്ട വിധത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളിങ്ങനെ കത്തി എരിയുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണീര് പോലും വീണില്ല എന്നൊക്കെ സരയ് പറയാം. സരയ് അങ്ങനെ പറയുമ്പോഴും ശാരിക്ക് ഭയങ്കരമായിട്ടും സങ്കടം വരികയാണ്. രൂപയും CS ഒക്കെ ആണെങ്കിൽ ഈ സരയുവിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ രൂപ പറയാണ്, ശരി ഇപ്പോൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് വന്നതല്ലേ, പോയി കുളിച്ചേര്. വേണ്ട, ഞാനേതായാലും വീട്ടിൽ പോയി കുളിച്ചോളാം, ഞാനിവിടെ നിന്ന് കുളിക്കുന്നില്ല, ഞാൻ ഇറങ്ങിക്കോട്ടെ. അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടാവും, സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അമ്മ, സത്യങ്ങളെല്ലാം അമ്മയോട് പറയണ്ടേ. അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. എന്നാലും എനിക്ക് അവിടെ ചെന്ന് പറഞ്ഞല്ലേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സരയ് അവിടെ നിന്ന് ഇറങ്ങാം. പക്ഷേ ശാരി ആണെങ്കിൽ ഒരു കരഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് രൂപ ചോദിക്കുകയാണ്, എന്താ ശാരി, നിനക്ക് ഭയങ്കര സങ്കടമാണെന്ന് തോന്നല്ലോ, എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കേ, സങ്കടമോ? എനിക്കൊരു സങ്കടമില്ല രൂപേ, ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? എൻ്റെ മോൾക്കില്ലാത്ത സങ്കടം ഞാനെന്തിനാ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശാരിയും കയറി പോവുക. പക്ഷേ രൂപയും CS അവിടെ സംസാരിക്കുകയാണ്. CS പറയാണ്, അവനേതായാലും പോയത് നന്നായി, ഇനി അവനെ കൊണ്ടുള്ള ശല്യമില്ലല്ലോ. അതെ, എൻ്റെ ആങ്ങളയെ ഒരിടയ്ക്ക് ഞാൻ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു. പക്ഷേ അവനെന്താണ് യഥാർത്ഥത്തിൽ, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ വെറുത്തത് ഞാൻ മാത്രം. അവൻ ആ നിമിഷം തന്നെ എനിക്ക് കൊല്ലാനാ തോന്നിയത്. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ കൺമുന്നിൽ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ്റെ മരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ രൂപ പറയാ. പക്ഷേ ശാരി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ശാരിക്ക് ഇതെല്ലാം കേട്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ശാരി മറഞ്ഞിരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്ന് പൊട്ടിക്കരയാണ്. എൻ്റെ ഭഗവാനെ, അദ്ദേഹത്തെ ആ സ്വർഗത്തിലേക്ക് തന്നെ വിളിച്ചോളണമേ, നരകത്തിലിട്ട് നരകിപ്പിക്കല്ലേ എന്നൊരു പ്രാർത്ഥനയാണ് അവിടെ ശാരി ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ സരയു നേരെ താരയുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ താരയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, എന്താ വിവരങ്ങളെല്ലാം അറിഞ്ഞോ, എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ താരയൊന്നും മിണ്ടുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അച്ഛനെ മൃഗങ്ങളെല്ലാം കടിച്ചു കീറി കൊന്നു അത്രേ. അതിനുള്ള പോലീസുകാരെല്ലാം വന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞോ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ഇവരാരും വിളിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ പറയാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറയാണ്. പറഞ്ഞല്ലേ? ആരാ പറഞ്ഞത്? അപ്പോൾ രൂപയാ പറഞ്ഞതെന്ന് താര പറയുകയാണ്. ഓ, അത് ശരി, അവരെല്ലാം ഭയങ്കര ആഘോഷത്തിലാണ്. എൻ്റെ അച്ഛൻ മരിച്ചല്ലോ, നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? പക്ഷേ എനിക്കങ്ങനെ സന്തോഷിക്കാനായിട്ട് കഴിയില്ല. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. എൻ്റെ അമ്മയ്ക്കും ഒരുപാട് സങ്കടമായി. കാരണം നിങ്ങളല്ല 10-25 വർഷക്കാലം എന്നെ മകളായിട്ട് കൊണ്ടുകൊണ്ട് നടന്നില്ലേ? ഞാൻ അമ്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചൊരു സ്ത്രീയില്ലേ, അവർക്കും ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അച്ഛന് ഈ ഒരു അവസ്ഥ വന്നല്ലോ, അച്ഛൻ ഇങ്ങനെ കടിച്ചു കീറി മൃഗങ്ങൾ കൊന്നല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല. അല്ലെങ്കിലും ഞങ്ങൾ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദ്രോഹവും എൻ്റെ അച്ഛൻ ചെയ്തിട്ടില്ല. പിന്നെ ചില ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ ഞാൻ വെറുത്തിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെ അച്ഛൻ മരണപ്പെടാനുള്ള കാരണം? എനിക്ക് വേണ്ടിയല്ലേ? എനിക്ക് വേണ്ടി കല്യാണിയെ കുത്തിയത് കൊണ്ടിട്ടല്ലേ എൻ്റെ അച്ഛൻ മരണപ്പെടാനുള്ള കാരണം? അങ്ങനെയല്ലേ സംഭവിച്ചത്? അത് ആർക്ക് വേണ്ടിയായിരുന്നു? ഈ മകൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛന് എന്നോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അയാളെ വെറുക്കുന്നത്? അദ്ദേഹത്തെ വെറുക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. പക്ഷേ ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇനി കിരണിനെ സ്വന്തമാക്കാതെ ഈ സരയുവിന് പിന്നോട്ട് പോക്കുമില്ല. കിരണിനെ സ്വന്തമാക്കിയാൽ മാത്രമേ എൻ്റെ അച്ഛന് ആത്മശാന്തി കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കിരണിനെ സ്വന്തമാക്കും. കല്യാണി അവൾക്ക് കുത്തേറ്റ് കിടന്നിട്ടും അവളും മരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അവളെ കൊല്ലും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കിരണും ഞാനും ഒന്നിക്കും. ആ ആത്മാവ് അവിടെ ഇരുന്ന് കാണട്ടെ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താരയ്ക്ക് കൂടുതൽ പേടി തോന്നുകയാണ്. സരയു ഓരോ ദിവസം കഴിയും തോറും എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് താരയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ സരയു പറയാ, എൻ്റെ അച്ഛൻ മരിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കരുത്. നിങ്ങളെ 2 വഞ്ചിയില കാലുകുത്തുന്നത് എനിക്കും അറിയാം. കാരണം നിങ്ങൾക്ക് എന്നെയും വേണം അവരെയും വേണം. പക്ഷെ അത് നടക്കില്ല ഇവിടെ.
നിങ്ങൾക്കൊന്നെങ്കിൽ എന്നെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കില്ല എന്ന്. കാരണം നിങ്ങൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എല്ലാവരോടും പോയി പറഞ്ഞാനായിരുന്നു. അതുതന്നെയായിരിക്കണം അവസാനം വരെയും. ഞാനും കിരണും ഒന്നാകുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കി കൊടുക്കാൻ വേണ്ടി. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി അഥവാ സത്യങ്ങളെല്ലാം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും വെറുക്കും. എന്നെയും എൻ്റെ അമ്മനെയൊക്കെ, അതായത് എൻ്റെ ശാരിയമ്മനെയൊക്കെ എല്ലാവരും അടിച്ച് പുറത്താക്കും. പിന്നെ കുഞ്ഞിനെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോളെ. പക്ഷേ ഈ ഒരു സത്യം അറിയുമ്പോൾ ആ കുഞ്ഞിനെ പോലും അവർ ഉപേക്ഷിക്കില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു? അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ട് വേണം നിങ്ങളുടെ വായിൽ നിന്ന് പോകാനായിട്ട് എന്നൊക്കെ താരയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് സരയു പോവുകയാണ്. താരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ഇവള് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ എന്നാണ് താര ചിന്തിക്കുന്നത്. പക്ഷെ മകളായി പോയത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി നമ്മുടെ താര. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ബഗാസുരനും ഇറങ്ങി, ഗംഗാപ്രസാദും ഇറങ്ങി പുറത്തേക്ക്. അവർ രണ്ടുപേരും തിരിച്ചും വന്നിട്ടില്ല. അപ്പോൾ ഈ മനോഹർ പറയാ, നീ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? അല്ല, നിൻ്റെ കൂട്ടുകാരനൊരാൾ ഇറങ്ങിയായിരുന്നല്ലോ, ബഗാസുരൻ. അവൻ എപ്പോൾ തിരിച്ചു വരും? അവൻ എപ്പോൾ വന്നാലും നിനക്ക് എന്താടാ? അവൻ വരാതിരിക്കട്ടെ, നിന്നെ ഞാനിട്ട് ഇവിടുന്ന് ശരിയാക്കും. ഓ അത് ശരി, രാഹുലേട്ടൻ പോയതിൻ്റെ അഹങ്കാരമാണ് നിനക്കല്ലേ? എനിക്ക് മനസ്സിലായി അതൊക്കെ. നീ എന്നെ എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? എടാ നീ വിശ്വസിച്ചിരുന്ന ഗംഗയിൽ നിന്റെ ഗംഗേട്ടൻ്റെ പൊടി പോലും കാണുന്നില്ല. ആ ഒരവസ്ഥയായിരിക്കും ഇനി അയാൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. നീ എന്താടാ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഒരു അവസ്ഥയും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നിന്നെയൊക്കെ ഞാനിവിടെ തീർക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്കിലേ ആ അവസ്ഥ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരൻ വരുന്നത്. എന്താ സാറെന്താ പറയുന്നത്? അല്ല സാറേ, ഈ ഗംഗയെക്കുറിച്ചുള്ള വിവരങ്ങൾ വല്ലതും കിട്ടിയോ? എടാ അവൻ മരിച്ചടാ. അവൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്നാണ് ഇപ്പം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ മരിച്ചു. പിന്നെ അതിലേറെ വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. നിന്റെ രാഹുലേട്ടൻ എന്ന് പറഞ്ഞവനില്ലേ, ബഗാസുരൻ, അവനിവിടെ നിന്ന് പരോളിൽ ഇറങ്ങിയായിരുന്നല്ലോ. പരോളിൽ ഇറങ്ങിയിട്ട് നിന്റെ പെങ്ങളെ കുത്തിയെന്നുള്ളൊരു വാർത്തയും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ പെങ്ങളെ കുത്തിയിട്ട് അവൻ പോയി ഒളിച്ചത് ഒരു കാട്ടിലായിരുന്നു. അവിടത്തെ കാട്ടുമൃഗങ്ങളെല്ലാവരും കൂടി കാടിച്ച് കീറി അവനെ മാംസകഷ്ണങ്ങൾ മുഴുവൻ എടുത്തത്. പിന്നെ കുറച്ച് ബാക്കി കിട്ടിയത് അവൻ്റെ എല്ലി കഷ്ണം. അത് ശ്മശാനത്തിൽ കൊണ്ടേ കത്തിക്കുകയും ചെയ്തു. ഇത് കേട്ടാ വിക്രമാകെ ഞെട്ടിപ്പോണ്. സാറേ, എന്തൊക്കെയാ സാറേ പറയുന്നത്? അപ്പം രാഹുലേട്ടൻ അവൻ തീർന്നടാ. മൃഗങ്ങളുടെ ഇതുകൊണ്ട് തന്നെ അവൻ തീർന്നു. അവനെ കടിച്ച് പറിച്ച് ഇതൊക്കെ ഇട്ടപ്പോഴേക്കില്ല സാറേ, ഇത് ഞാൻ വിശ്വസിക്കില്ല. കാരണം രാഹുലേട്ടൻ ഒരിക്കലും കാട്ടിപ്പോയി വിളിച്ചിട്ടുണ്ടാവില്ല. രാഹുലേട്ടനെ എല്ലാവരും കൂടി കാട്ടിലേക്ക് കൊണ്ട് ഇട്ടതായിരിക്കുള്ളൂ. കിരണും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതെന്തെങ്കിലും ആവട്ടെ, അതങ്ങനെയൊക്കെ ആയിരിക്കും. അവൻ അങ്ങനത്തെയൊക്കെ വിധി ആടാ വിധിച്ചിട്ടുള്ളത്. അല്ലെങ്കിലും അവനെ പോലുള്ള ആൾക്കാരൊക്കെ എന്തിനാടാ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? അവനൊക്കെ ഭൂമിയിലൊരു ബാധ്യത. അതുകൊണ്ട് അവനൊക്കെ ഇല്ലാതെ ആവട്ടെ എന്നും പറയാം. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും സാറേ, ഗംഗേട്ടനൊക്കെ തിരിച്ചു വന്നാലേ സാറ് സൂക്ഷിക്കണം. എന്താടാ ഗംഗ തിരിച്ചു വന്നാൽ എന്നെ എന്താ അങ്ങോട്ട് പുഴുങ്ങിക്കളയോ? എടാ കൂടുതൽ വേഷം കെട്ടിട്ട് നിന്റെ കുരിശീർന്നിൻ്റെ ഇവിടെ നിന്ന് എട്ടല്ലൊടിക്കും ഞാൻ എന്നിങ്ങനെ പോലീസുകാരും പറയാണ്. നിന്റെ ഗംഗയെ നിന്നെ തിരിച്ചു വരാൻ പോകുന്നില്ല. പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? അവന് രണ്ടാളും തീർന്നു, മനസ്സിലായോ? ഈ കേസ് അന്വേഷിക്കുന്നതേ SI ആണ്. ഈ SIക്കൊക്കെ എന്തിൻ്റെ കേടുണ്ടായിട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനെ പോലൊരു മൃഗത്തിൻ്റെയൊക്കെ കേസ് എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല. പിന്നെ നിന്റെ ആ രാഹുൽ മരിച്ചത് അത് ഞങ്ങൾ തെളിയിച്ച കാര്യം തന്നെയാണ്. അവൻ്റെ മാംസകഷ്ണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും അവൻ്റെ ഒരു പേഴ്സ് കിട്ടി. അതിൽ നിന്നൊരു നമ്പറിലേക്ക് വിളിച്ചത്. അങ്ങനെ അവനാണ് തിരിച്ചറിയുകയും ചെയ്തു. പിന്നെ അവൻ്റെ വാച്ചോ മോതിരോ അതൊക്കെ കിട്ടുകയും ചെയ്തു. പിന്നെ ഇനി ഇവിടെ കിടന്ന് നിങ്ങൾ രണ്ടുപേരും കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ പോവുക. അപ്പോൾ പോലീസുകാരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും
നമ്മുടെ ഈ മനോഹറിന് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കേട്ടല്ലോടാ, നീ വിശ്വസിച്ചിരുന്ന രണ്ടാളും പോയി. ഇനി നിനക്ക് ആ രണ്ട് കൂട്ട്, ഇനി കൂടുതൽ ഇവിടെ വേഷം കെട്ടിയാൽ എൻ്റെ പൊന്നു മോനെ നീ വിവരം അറിയും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ആകെ അടി പതറിയൊരു അവസ്ഥയിലേക്ക് നിൽക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരനെയാണ്. അപ്പോൾ പോലീസുകാരൻ ആ എസ് ഐ ഇങ്ങനെ പറയാണ്, ഏതായാലും ബകാസുരനും മരിച്ചു അല്ലേ? പക്ഷേ അതേ സാറേ, അത് മൃഗങ്ങൾ കടിച്ചു പോകുന്നതാണ്, കാട്ടിൽ പോയി ഒളിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അവൻ കാട്ടിൽ പോയി ഒളിച്ചൊന്നും ആയിരിക്കില്ലടാ. കാരണം അയാളെ ചുരുട്ടിക്കൂട്ടി ചിലപ്പോൾ കാട്ടിലേക്ക് കൊണ്ടിട്ടതായിരിക്കുള്ളൂ. അങ്ങനെയായിരിക്കും മൃഗങ്ങളെല്ലാം കടിച്ചു പോകുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. മൃഗങ്ങളുള്ള കാട്ടിലേക്ക് ഇവൻ കയറി ഒളിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിന് പിന്നിലും ആ ഗംഗാപ്രസാദിൻ്റെ മരണത്തെക്കുറിച്ച് സംശയിക്കുന്ന ആരാണ്? അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കിരണും ആ വേലുവും രതീഷൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പോലീസുകാരൻ പറയാണ്. സാറേ, ആ ബകാസുരനെ കിട്ടിയത് വേലുവിൻ്റെ കാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കേ ആ വേലുവിനെ ഒന്ന് പിടിക്കണം. സാറേ, അവൻ നാട്ടിലെത്തിയിട്ടുണ്ട് സാറേ. അവൻ വീണ്ടും നാട്ടിലെത്തിയത് എന്തിനാണെന്ന് അറിയണ്ടേ സാറേ? അതെ, ആ വേലുവിനെ പിടിക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ പോലീസുകാർ ജീപ്പ് എടുത്തിട്ട് പോവുകയാണ്. പക്ഷേ വേലുവും രതീഷും കൂടി ബൈക്കിൽ വരികയും ചെയ്യായിരുന്നു. ആ സമയത്താണ് പോലീസ് ജീപ്പ് ഇവരുടെ ബൈക്കിൻ്റെ മുന്നിൽ കൂടെ നിൽക്കണം അവിടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ എസ് ഐ ഇറങ്ങുകയാണ്. നീ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നോ? എന്തിനാണ് നീ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറേ എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സാറേ എന്ന് പറയാണ്. കല്യാണം വിളിക്കാൻ വേണ്ടി അല്ലേ? പക്ഷേ എടാ, ആ രാഹുലിനെ കടിച്ചു കീറി മൃഗങ്ങളൊക്കെ കൊന്നെന്നാണല്ലോ അറിഞ്ഞത്. അതെ സാറേ, ഞങ്ങളുടെ കല്യാണി ചേച്ചിയെ അവൻ കുത്തിയായിരുന്നല്ലോ. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിൽ കയറി ഒളിച്ചെന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. അങ്ങനെ അവിടുത്തെ മൃഗങ്ങളൊക്കെ കടിച്ചു കീറിയെന്നൊക്കെയാണ് അറിയപ്പെടാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, മൃഗങ്ങൾ കടിച്ചു കീറിയതാണോ അല്ലെങ്കിൽ നിങ്ങൾ അവനെ കൊന്നതാണോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. സാർ ഇതെന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? ഞാൻ പറയുന്നൊക്കെ പോട്ടെ, പക്ഷേ എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. അതുകൊണ്ട് രണ്ട് മക്കളും വന്ന് വണ്ടിയിലോട്ട് കയറിയാട്ടെ എന്ന് പറയുമ്പോൾ, സാർ എന്തിനാണ് സാർ ഇപ്പം ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് സാർ സ്റ്റേഷനിലേക്ക് വരുന്നത്? എടാ വേലു, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിന്നെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. പിന്നെ എന്തിനാണ് മറു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത്? രണ്ടുപേരും അകത്ത് വണ്ടിയിലേക്ക് കയറടാ. അങ്ങനെ വേലുവും രതീഷും കൂടി വണ്ടിയിലേക്ക് കയറുകയാണ്. ഇവരെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അപ്പോൾ ലാപ്ടോപ്പ്, ഇവരാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുക. അപ്പോൾ ലാപ്ടോപ്പിൽ നമ്മുടെ എസ് ഐ ആണെങ്കിൽ ഒരേ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കരുത്. നോക്ക്, ഇത് കണ്ടോ, കിരണിൻ്റെ വണ്ടിയല്ലേ ഇത്? ഈ വണ്ടിയായിട്ട് അവൻ ആദ്യം ബാക്കിലേക്ക് പോയി, എന്നിട്ട് ബാക്കിൽ നിന്ന് വീണ്ടും മുൻവശത്തേക്ക് വന്നു. എന്തിനു വേണ്ടി അവൻ അങ്ങനെ ചെയ്തു സാർ? ഞങ്ങൾക്ക് അറിയില്ല സാർ. കണ്ടോ, വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും അവൻ പോവുകയും ചെയ്തു. ആ സമയത്ത് വണ്ടി എടുത്തോണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും രതീഷ് പറയാണ്, അത് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു സാർ, അതുകൊണ്ടാണ് വണ്ടി എടുത്തിട്ട് പോയത്. അപ്പോൾ വേലുവിൻ്റെ മുഖത്തെ ആ പതർച്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, നിനക്ക് എന്താ പേടിയാവുന്നുണ്ടോ? നീ എന്താ വല്ലാതെ പതറിങ്ങി നിൽക്കുന്നത്? എനിക്ക് പതർച്ചയൊന്നുമില്ല സാർ, രതീഷ് സാറ് പറഞ്ഞത് തന്നെയാണ് സത്യം എന്നിങ്ങനെ പറയണം. അത് ശരി, അപ്പോൾ അത് തന്നെയാണ് സത്യം. എടാ, ആ വണ്ടിക്കകത്ത് ഗംഗാപ്രസാദിൻ്റെ ബോഡി ആയിരുന്നില്ലേടാ? ഇത് കേട്ട് ഇവർ ഞെട്ടിപ്പോണു. സാർ എന്തൊക്കെയാ സാർ പറയുന്നത്? ഗംഗാപ്രസാദിൻ്റെ ബോഡിയോ? സാർ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കണേടാ. കണ്ടെത്തും ഞാൻ, ഇതെല്ലാം ഞങ്ങൾ കണ്ടെത്തും എന്നൊക്കെ പറയാ. പക്ഷേ എനിക്ക് ഒരിടം വരെയും കൂടി പോകാനുണ്ട്. ഇവ രണ്ടുപേരെയും ലോക്കപ്പിലേക്ക് ഇട്. ഞാൻ വരുമ്പോഴേ സത്യങ്ങൾ മണി പോലെ പറഞ്ഞോളാം. അല്ലെങ്കിലേ ചിലപ്പോൾ എൻ്റെ ചോദ്യം ഇങ്ങനെ ആയിരിക്കില്ല, വേറൊരു രീതിയിലായിരിക്കും എൻ്റെ ചോദ്യങ്ങൾ. അതുകൊണ്ട് ഇപ്പം മക്കൾ പോയി ലോക്കപ്പിൽ കിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ ജീപ്പിൻ്റെ ശബ്ദം കേട്ട് വേലക്കാരി ഡോറ് തുറന്ന് നോക്കുക. അപ്പോൾ ഡോറ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീ അങ്ങോട്ട് പേടിച്ചു പോയി. അപ്പോൾ ഇവരുടെ മുന്നിലേക്ക് ചോദിക്കണം, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനിവിടുത്തെ ജോലിക്കാരിയാണ് സാറേ. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ ജോലി ചെയ്യുന്നതിന് കുറേ നാളുകളായി. കല്യാണി കുഞ്ഞും കിരൺ സാറും ഒക്കെ ഇവിടെ നിന്ന് വന്നപ്പം മുതൽ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് സാറേ. അങ്ങനെയാണല്ലേ? കല്യാണിക്ക് കുത്തേറ്റെന്നൊക്കെ പറഞ്ഞല്ലോ. അതെ സാറേ. എങ്ങനെയുണ്ട് ഇപ്പോൾ അവർക്ക്? ഒന്നും അറിയില്ല സാറേ, ഒരു സീരിയസ് ആണെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഒരു പാവം കൊച്ചാണ് സാറേ അത്. അപ്പോൾ ഭയങ്കര നിങ്ങളാണോ സാറേ? ഞാൻ അതിനേക്കാളും പാവമാണ് സാറേ. ശരി, എനിക്കേ ഇവിടുത്തെ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കാനുണ്ട്. ഞാൻ ഇന്ന് പോയി നോക്കിയിട്ട് വരട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ എസ് ഐ നേരെ
പുറകുവശത്ത് ആ പറമ്പിലേക്ക് ചെല്ലുക. അപ്പോൾ ചുറ്റുപാട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു തെങ്ങ് മാത്രം എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ തനിച്ചിങ്ങ് നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരനൊരു ഡൗട്ട്. അപ്പോൾ പോലീസുകാരിങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ വേലക്കാരി അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട ഈ പോലീസുകാരനാണെങ്കിൽ നിങ്ങളെ അവിടെ മറിഞ്ഞു നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാം. അപ്പോൾ ആ വേലക്കാരി നേരെ വിറച്ച് ഈ പോലീസുകാരൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ തെങ്ങില്ലേ, ഈ തെങ്ങ് വെച്ചിട്ട് എത്ര നാളായി? ഈ തെങ്ങ് ഇവിടെ ഉണ്ടായിരുന്നതാണോ? അത് പിന്നെ സാറേ എത്ര നാളായെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായി സാറേ എന്നിങ്ങനെ പറയാണ്. കുറച്ച് നാളുകളായി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തികയുടെ കല്യാണത്തിന് മുമ്പാണോ വെച്ചത്, അല്ലെങ്കിൽ കാർത്തികയുടെ ശേഷമാണ് ഈ തെങ്ങ് വെച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാ ഈ വേലക്കാരി ഒന്ന് ഞെട്ടിപ്പോവാണ്. എൻ്റെ ദൈവമേ, കല്യാണി കുഞ്ഞ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പോലീസുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളായെന്ന് പറയാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? അല്ല സാറേ, ഞാൻ എപ്പോഴാ വെച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്തിന് ഇത്ര കൂടുതൽ ആലോചിക്കുന്നത്? കാർത്തികയുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ. അപ്പം പിന്നെ അതിന് മുമ്പാണോ പിൻപാണോ വെച്ചതെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ലേ? പറ, കാർത്തികയുടെ കല്യാണത്തിന് മുമ്പാണോ പിൻപാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ വേലക്കാരി പേടിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്ന നമസ്കാരം. താങ്ക് യു. ബൈ.